ഹലോ ഹായ് നമസ്കാരം, ഞാൻ അബിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയായി പോണത് കുഞ്ഞിയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതിപ്പം 22-ാം തീയതി, ജൂലൈ 22-ാം തീയതിയാണ്. അപ്പോൾ 23-ാം തീയതിയാണ് മക്കളെ ബർത്ത്ഡേ, രണ്ടാമത്തെ ബർത്ത്ഡേ. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 ആയിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ മുടി വെട്ടാനും പർച്ചേസിങ്ങിനൊക്കെ കൂടെയായിരുന്നു പോയത്. പക്ഷെ അന്ന് പർച്ചേസിങ് മാത്രമേ നടന്നുള്ളൂ, മുടി വെട്ടൽ നടന്നില്ല, ഫിലിമിനൊക്കെ കയറിയത് കാരണം. അപ്പോൾ അതപ്പോൾ രാത്രി 22-ാം തീയതി രാത്രിയായിട്ട് ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ പോയി കേക്കും ഓർഡർ ചെയ്യാം, മുടിയും വെട്ടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ കേശുവിനെ വീട്ടിൽ വെച്ചിട്ട് ഞാനും ഏട്ടനും കാശിയും കുഞ്ഞും കൂടിയാണ് പോയത്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊന്നും കുഞ്ഞ് ഭയങ്കര അലമ്പായത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് ആ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ്. കാശിക്ക് മുടി കുറച്ച് നീണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് മുടി വെട്ടാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി, കാശിയുടെ മുടി വെട്ടി. കുഞ്ഞിക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ കാണിച്ചിട്ട് ഇരുത്തിയതാണ്, അല്ലെങ്കിൽ അവൾ ഇരിക്കില്ല. അപ്പം അങ്ങനെ കുഞ്ഞിയുടെ മുടിയും വെട്ടി. ഇപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്നെ കാശിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്നാണിത്. അപ്പോൾ ഓൾറെഡി 12 മണി കഴിഞ്ഞ് അവരുടെ തലേ ദിവസം ഉറങ്ങാൻ പറ്റും. അപ്പോൾ രാത്രി എൻ്റെ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എഴുന്നേൽപ്പിച്ചു. ഞാനിതാണ്ട് ഫസ്റ്റ് കേശുവിനെ എഴുന്നേൽപ്പിച്ചു, അവനെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഏട്ടന് ജോലിക്ക് പോകണമായിരുന്നു. പുറത്ത് നല്ല മഴ കേട്ടോ, ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ നല്ല മഴ നടക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടന് ജോലിക്ക് പോകണമായിരുന്നു. അത് കാരണം ഞങ്ങളൊന്ന് വേഗം അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാശ് പോയ ഉടനെ തന്നെ കേശുവിനെ എഴുന്നേൽപ്പിച്ച് ഇതാണ്ട് കുഞ്ഞിനെയും എഴുന്നേൽപ്പിക്കുകയാണ്. ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ രണ്ടുപേരെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ 4 പേരും കൂടെ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫസ്റ്റ് ചേച്ചി വാങ്ങിച്ച് ഒരു ഉടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാണ് ചേച്ചി കുഞ്ഞിക്ക് വാങ്ങിച്ചത്. വായിൽ കൈ തന്നെ കേട്ടോ. ഇത് കേശുവിൻ്റെതാണ്, ഇത് കുഞ്ഞിയുടേത്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ്. അമ്പലത്തിൽ പോകുമ്പോൾ മാമി അമ്പലത്തിൽ പോകുമ്പോൾ ഉടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഞങ്ങളത് ഇട്ട് കൊടുത്തു. അപ്പോൾ വീട്ടിലെത്തി. ഏട്ടന് ലേറ്റ് ആയത് കാരണം ഒരു എമർജൻസി മീറ്റിംഗ് ഉള്ളത് കാരണം ഏട്ടൻ വീട്ടിൽ നിന്ന് തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരകത്ത് കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പകലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഭയങ്കര ബിസി ആയിപ്പോയി. അച്ഛനമ്മയൊക്കെ വന്നത്, പിന്നെ വൈകിട്ടത്തെ പ്രിപ്പറേഷൻസൊക്കെ. അപ്പം ഒരു പണി കിട്ടിയത് വെച്ചാൽ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് അവർ കേക്ക് കൊണ്ടുതന്ന് മേശേൻ്റെ മേലെ വെച്ച് ഞാൻ ക്യാഷ് കൊടുക്കാൻ പോയ സമയത്ത് കുഞ്ഞ് വലിച്ച് കേക്ക് താഴെ ഇട്ട്. അങ്ങനെ നമ്മുടെ കൊറോണ സമയത്ത് എൻ്റെ കുറച്ച് കലാവിരുദ്ധകളായിരുന്നു കേക്ക് മേക്കിംഗ് ഒക്കെ. അത് കാരണം ആയുധങ്ങളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി എങ്ങനെ ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമമൊക്കെ ആയിപ്പോയി. നല്ലൊരു കേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു തീം വൈസിൽ ചെയ്യിച്ചായിരുന്നു. അവസാനം ഞാൻ എന്താ വെച്ചാൽ ക്രീം നമ്മൾ ചെയ്തതല്ല, അപ്പോൾ ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ തിരഞ്ഞെടുത്ത് വെച്ച് അവസാനം കേക്കിനിതാ ഈ ഒരു പരുവത്തിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടില്ല, മുറിക്കാൻ പാകത്തിനാക്കി നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര സങ്കടം വെച്ചാൽ അവരെ സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് എന്താ പറയുക, നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് താഴെ പോയി എന്ന് പറഞ്ഞപ്പോഴത് വീണ്. ഞാൻ അമ്മേനോട് പറഞ്ഞു നോക്കാം, പക്ഷെ അമ്മ എന്തോ ശ്രദ്ധിച്ചില്ല, കേട്ടില്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ റെഡിയാക്കുക, അവരെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. അപ്പോൾ ക്ലോത്ത് ഡയപ്പറൊക്കെയാണ് ഉടുപ്പിച്ചത്. ഇനി കുറച്ച് ടൈമിലേക്ക് വേണ്ടി പാമ്പേഴ്സ് ഒന്നും ഉടുപ്പിക്കേണ്ട വെച്ചിട്ടേ. അപ്പം രണ്ടും കൂടെയാണ് ഭയങ്കര അലമ്പാണ്, ഒരു രക്ഷയില്ലാത്ത അലമ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇത് വീഡിയോ എടുത്തത് ഫോണ് കറക്റ്റായിട്ട് പിടിച്ചിട്ടല്ലാത്ത കാരണം അവരെ ഫുൾ ഔട്ട്ഫിറ്റ് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ് കേശുവിൻ്റെത്. അപ്പോൾ രണ്ടുപേർക്കും സെയിം നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. നമ്മൾ ലേറ്റ് ആയത് കാരണം നല്ലൊരു എന്താ പറയുക ഡ്രസ്സ് നമുക്ക് വിചാരിച്ച പോലെ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എടുത്തതാണ്. അപ്പോൾ ഇവർ പുറകെയുള്ള ഓട്ടം കാരണം എനിക്ക് ഇവരെ റെഡിയാക്കാനും നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഡെക്കറേഷൻസൊക്കെ ഏട്ടനായിരുന്നു ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോ എടുത്തത് എന്താ പറയുക ഫോണ് കറക്റ്റ് പിടിച്ചിട്ടായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളെ വീഡിയോസ് കുറച്ചിങ്ങനെ സൂം ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഏട്ടനെയും അനിയനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടാണ്, അച്ഛനും അമ്മയും വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അങ്ങനെ ഇതാണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ 5 പേരും കൂടിയാണ് കട്ട് ചെയ്തത്. പിന്നെ ചേച്ചിയുടെ മോളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക സന്തോഷമായിട്ട് ഞങ്ങളെ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു. കുഞ്ഞി നല്ല രസമുണ്ടായിരുന്നു. അവൾ ആ ഒരു ചുരിദാർ ടൈപ്പ് ആയിരുന്നു, ഒരു പഞ്ചാബി സ്റ്റൈൽ ഉടുപ്പ് പോലെയായിരുന്നു. അവൾ ഷോളൊന്നും എടുത്തിട്ടുണ്ടായില്ല, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൾ ആ മേശേൻ്റെ മുകളിൽ കയറിയിരുന്നും കൊണ്ട് ആ കേക്കിൽ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഏട്ടൻ അവൾക്ക് എല്ലാവർക്കും 5 പേർക്കും ഏട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ച്, കാശിക്കും ചേച്ചിയുടെ 2 മക്കൾക്കും പിള്ളേർക്കും ഒക്കെ വാങ്ങിച്ചു. അപ്പം
സൈക്കിള് വാങ്ങിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവർക്കൊരു 3 സൈക്കിളും ഒരു കുതിര പോലത്തെ സംഭവം അങ്ങനെ 4 എണ്ണം ഇപ്പോൾ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ അവർ പുറത്തിട്ട് ചവിട്ടാനും മാത്രം ആവാത്തത് കാരണം ഞാൻ പറഞ്ഞു ചേട്ടാ സൈക്കിൾ ഈ ബർത്ത്ഡേക്ക് വേണ്ട, നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ വാങ്ങിച്ചില്ല. അവർക്ക് കുഞ്ഞിക്ക് വലിയൊരു ബേബി ഡോളും വാങ്ങിച്ച്, പിന്നെ കാശിക്ക് ഒരു ഫുട്ബോളിൻ്റെ ഒരു ഇങ്ങനെ നിലത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, കേശുവിനൊരു പിയാനോ, ചേച്ചീൻ്റെ മൂക്ക് ഒരു റിമോട്ട് കാറ്, മൂത്ത ആൾക്കൊരു ക്യാരംസ്, അങ്ങനെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായി, എല്ലാവരും ഹാപ്പിയായി ഒരുപോലെ തന്നെ. അപ്പോൾ കാശീൻ്റെ ഇത് വേണ്ട, കേശുവിൻ്റെ പിയാനോ മതി പാട്ട് പാടാമെന്നും പറഞ്ഞുകൊണ്ട് കേശുവിൻ്റെ സാധനം കാശി അടിച്ചു മാറ്റി. കുഞ്ഞ് അവിടെയൊക്കെ മേശപ്പുറത്ത് ഇരുന്നും കൊണ്ട് കേക്ക് നല്ല കാര്യമായിട്ട് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതിനിടയിൽ. അങ്ങനെ എല്ലാവരും എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ആ ഒരു ജഗ് പുകയിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോന് പരീക്ഷേൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ 9 മണിക്ക് കഴിഞ്ഞ് 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇടയ്ക്ക് പഠിപ്പിക്കാൻ പോയി. അപ്പം ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെ പോയി. അത് കാരണം നമുക്ക് കാര്യമായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും ഇതിവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.